എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്നലെ ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അവൾ BJP ചേരുമെന്നുള്ള സൂചനയും ആലപ്പുഴയിലെ എൻ്റെ സ്നേഹിതന്മാരായ പത്രപ്രവർത്തകർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇന്ന് വന്ന് ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ കയ്യിൽ നിന്നും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള അംഗീകാരം ഏറ്റുവാങ്ങുന്നത്. 50 വർഷക്കാലം ഞാൻ ജനിച്ചത് പുന്നപ്രയിലാണ്. എൻ്റെ അയൽവാസികളാണ് പ്രിയപ്പെട്ട അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ VS അച്യുതാനന്ദനും G സുധാകരൻ അടക്കമുള്ള ഒത്തിരി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിച്ചത്. പുന്നപ്രയിൽ ഞാൻ KC പ്രവർത്തനാകുമ്പോൾ എൻ്റെ അച്ഛനോടുത്ത് അറിയപ്പെടുന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അച്യുതാനന്ദനോടൊപ്പം അന്ന് അച്യുതാനന്ദൻ ഏരിയ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇത്രയും കാലം പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിനിടയ്ക്ക് എനിക്കൊരു മോഹഭംഗമോ അല്ലെങ്കിൽ ഈ സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്ത ഒരാളും അല്ല ഞാൻ. പക്ഷേ പുന്നപ്രയുടെ മണ്ണിൽ ഇന്ന് പുന്നപ്ര പഞ്ചായത്ത് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവിടുത്തെ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. കൈനേരി പഞ്ചായത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി നോക്കിയാൽ അറിയാം പണ്ടത്തെ കൈനേരി എന്താണെന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് കാരനല്ലാത്ത ഒരുത്തനും ഇവിടെ കാലുകുത്താൻ വയ്ക്കത്തില്ല. അതും കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ഒരു കടുപഞ്ചായത്ത് കോഴ്സ് പ്രത്യേകിച്ചൊരു G സുധാകരനെ കൊണ്ടുവന്നിട്ട് UDF ജയിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. പക്ഷെ അവിടുത്തെ ചില നേതാക്കന്മാരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടെ തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇവിടെ ഞങ്ങളുടെ പ്രിയങ്കരായ എൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാർക്ക് ഒരു വർഷം അവർ നിൽക്കുന്ന പാർലമെന്ററി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോയാൽ അവരുടെ ഭാര്യമാർക്ക് അവരെ നോർമലാക്കാൻ വേണ്ടി സൈക്കാട്രിസ്റ്റിനെ വിളിക്കേണ്ടി വരും. ഞാൻ 50 കൊല്ലം ഒരു പാർലമെന്ററി സ്ഥാനത്തേക്ക് ഒരു സ്ഥാനവും ചോദിച്ചു വന്ന ഒരാളൊന്നുമല്ല. ഞാൻ അതിൻ്റെ ഒരു മോഹം മൂത്തെന്ന് പറഞ്ഞ് പുറപ്പെട്ട ആളുമല്ല. ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങൾ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒത്തിരി മർദ്ദനങ്ങളും ഒത്തിരി പീഡനങ്ങളും ഒക്കെ ഈ അടുത്ത കാലത്തും പലർക്കും അറിയാം. എൻ്റെ വീട് കയറി ആക്രമിച്ചിട്ടുണ്ട്, പലവട്ടം ആക്രമിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനെ അമ്മയെ സഹോദരങ്ങളെയൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് അന്നത്തെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അച്യുതാനന്ദന്റെ കീഴിലുള്ളതാണ് ഇതൊക്കെ നടന്നത്. അല്ലോ സോറി G സുധാകരന്റെ നേതൃത്വത്തിൽ ഇത് നടന്നത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് സുധാകരനുള്ള സ്ഥാനത്ത് കാമാറ്റി കൂയർത്തെന്ന് പറഞ്ഞ് പൊട്ടിക്കരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ഞങ്ങളൊക്കെ അടിയുണ്ട്, മൂട്ടയിലുണ്ട്. ഒത്തിരി അക്രമം, എന്നേക്കാൾ കൂടുതൽ അക്രമത്തിന് ഇരയായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ആ പുന്നപ്രയുടെ മണ്ണിൽ, അമ്പലപ്പുഴയുടെ മണ്ണിൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുമായിട്ടൊന്ന് ആലോചിക്കണമായിരുന്നു. അവിടെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒത്തിരി സംസ്ഥാന നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആരുമായിട്ടൊന്നും ആലോചിച്ചില്ല. ഡൽഹിയിൽ നിന്ന് തീരുമാനം ഇങ്ങോട്ട് വരികയാണ്. ഈ നിമിഷം വരെ G സുധാകരൻ കോൺഗ്രസിന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ നിമിഷം വരെ G സുധാകരൻ ഐക്യജനാധിപത്യ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ നിമിഷം വരെ പിണറായി വിജയൻ അടുത്ത 5 കൊല്ലം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അടുത്ത 5 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നൊരു നേതാവിന്റെ വീട്ടിൽ ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പിന്തുണയുമായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ നാണം കെട്ടൊരു ഏർപ്പാടായിട്ടാണ് ഞാൻ കരുതുന്നത്. അതാണ് എൻ്റെ അദ്ദേഹത്തിന് ഇപ്പോൾ എയർപോർട്ടിൽ പോകണം, ഡൽഹി പോകണമെന്നാണ് ഞാൻ വളരെയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ശ്രീ K കരുണാകരൻ്റെയും ശ്രീ AK ആന്റണിയുടെയും ശ്രീ വയലാരവിയുടെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയൊക്കെ പാരമ്പര്യം, ആ പാരമ്പര്യമുള്ളൊരു പാർട്ടിയിൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ശരീരഭാഷ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. ഐ വിൽ ഓർഡർ, ഐ ആം ദി സ്റ്റേറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ മാറ്റി വെച്ചിട്ട് കരുണാകരൻ്റെ ജീവിതചരിത്രവും ശ്രീ AK ആന്റണിയുടെ ചരിത്രവും ജീവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഒരു പ്രതിസന്ധി അല്പം രക്ഷപ്പെടാൻ പറ്റും. അത് മാത്രമേ പറയാം.